സങ്കീർത്തനങ്ങൾ 67, Psalm 67. Psalm 67 ബാക്കി പ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷസകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോട് വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കും. നല്ല മനോഹരമായ രാവിലെ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാം സുഖത്തോടെ ക്ഷേമത്തോടെ എല്ലാം പരിപാലിച്ചു. ഈ രാവിലെ കാലവും അവനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ എല്ലാം കൂട്ടിവരുത്തി അവൻ്റെ മഹാദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് ചെറിയൊരു സങ്കീർത്തനമാണ്, പക്ഷേ അതിനകത്ത് മുഴുവൻ ദൈവത്തോടുള്ള ആരാധനയും ദൈവത്തോടുള്ള സ്തുതിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം സാധാരണ അവർ കൊയ്ത്തുകാലത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഈ പകൽക്കാലവും നമ്മുടെ ഒരു പ്രാർത്ഥന ഇതാകട്ടെ. ദൈവം തൻ്റെ മുഖപ്രകാശം പകൽക്കാലം നമ്മളുടെ മേലൊക്കെയും ഉദിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് അതെല്ലാം ഇരുണ്ടുപോയി എന്നാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എങ്കിലും ആ ഇരുണ്ടുപോയ ഭൂമിയെ ദൈവം കൈവിട്ടില്ല. അതിൻ്റെ മേലെല്ലാം പരിശുദ്ധാത്മാവ് പൊരുന്നിരിക്കുമായിരുന്നു. ഹോളി സ്പിരിറ്റ് വാസ് ബ്രൂഡിങ് ഓവർ ദി വാട്ടേഴ്സ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനെ വീണ്ടും നന്നാക്കിയെടുത്തു. നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുശവൻ്റെ കയ്യിൽ കുശവൻ ഉണ്ടാക്കിയിരുന്ന പാത്രം പൊട്ടിപ്പോയി, നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ആകൃതിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. വീണ്ടും കുശവൻ, നല്ലവനായ കുശവൻ അതിനെ മെനയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ നമുക്ക് ഈ ഭൂമിയെ വീണ്ടും ദൈവം നന്നാക്കിയെടുത്തു. പുതിയൊരു ഭൂമി, ദൈവത്തിന് വേണമെങ്കിൽ പുതിയൊരു ഭൂമി സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ ദൈവം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം സൃഷ്ടിച്ച ഭൂമിയെ വീണ്ടും നന്നാക്കിയെടുക്കുവാനിടയായി. വീണ്ടും നമുക്കറിയാം, ആദാം പാപം ചെയ്ത് വീണ്ടും ഭൂമിയെ എല്ലാം ഇരുട്ടിക്കളഞ്ഞു, മരണത്തിലേക്ക് മാനവരാശിയെ മുഴുവൻ നയിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വീണ്ടും യേശു, അന്നേരം നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4:14-15 നമ്മൾ വായിക്കുന്നത്, ഇരുട്ടിലിരുന്നൊരു ദേശം യേശുവിൻ്റെ ജനനം മൂലം വലിയൊരു പ്രകാശം കാണുവാനിടയായി. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ യേശുവിനെ അംഗീകരിക്കാത്തവരും യേശുവിനെ അറിയാത്തവരുമായിട്ടൊരു വലിയ ജനത നമ്മുടെ മുൻപിലുണ്ട്. നമ്മളെല്ലാം കാണുന്നത് ലോകത്തിൽ സൂര്യൻ ഉദിച്ച പ്രകാശവും മറ്റ് ടെക്നോളജി എല്ലാം ഹൈ ആയിട്ട് പോയി വലിയൊരു പ്രകാശത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ലോകമെല്ലാം പിശാചിൻ്റെ പിടിയിൽ അന്ധകാരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അനേകരുടെ ഇൻ്റർവ്യൂകളൊക്കെ കാണുവാനിടയായി. അവരെല്ലാം ഡിപ്രഷന് മരുന്നെടുക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. അവർ മില്യനേഴ്സും സമൂഹത്തിലെല്ലാം വലിയ പേരും പ്രശസ്തിയൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവരെല്ലാം മാനസികമായിട്ട് ഇരുണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിശാച് എൻ്റെ പ്രവർത്തനമെല്ലാം ദുരിതഗതിയിലാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെയും അടുത്ത തലമുറയൊക്കെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പകൽക്കാലം നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ദൈവം ഓരോരുത്തരെ വിളിച്ച് തൻ്റെ പ്രകാശം നൽകി ഒരു ജനതയെ മുഴുവൻ വീണ്ടെടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത മുഴുവൻ അടിമത്തത്തിലായിരുന്നു. പക്ഷേ മോശയുടെ മേൽ ദൈവം പ്രകാശം നൽകി ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം മോശയുടെ മുഖം പ്രകാശിക്കുന്നതായിട്ട് മോശയ്ക്ക് തോന്നിയില്ലെങ്കിലും അഹ്റോനും കൂട്ടർക്കും എല്ലാം ഇസ്രായേൽ ജനത്തിനെല്ലാം മോശയെ നോക്കുവാൻ ഭയപ്പെട്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ മുഖം തിളങ്ങിയതുകൊണ്ട്.
ഈ പകൽക്കാലം ഇതുപോലൊക്കെ നമ്മളും ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം ഉദിപ്പിക്കണം. ദൈവത്തിന് നമ്മോട് മനസ്സലിയണം ഈ പകൽക്കാലം. ഈ മോശ മുമ്പിൽ നടന്നതുകൊണ്ട് തൻ്റെ ശത്രുരാജ്യങ്ങൾക്ക്, ഈ ഇസ്രായേൽ മക്കൾ പോകുന്ന ദേശത്തുള്ള ജാതികൾക്ക് മുഴുവൻ ഈ ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയായി. നമുക്കറിയാം, രാഹാബിനെ കാണുമ്പം അവർ പറയുന്നത് നിങ്ങളെപ്പറ്റിയുള്ള ഭീതി മൂലം ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുവാന്ന്. പക്ഷേ ഇസ്രായേൽ ജനത്തിന് മാത്രം ഈ ഭയമില്ല. അവർക്ക് ചെങ്കടൽ തുറന്നു കൊടുത്ത് അതിൽ കൂടി അവരെ നടത്തി, അവർക്ക് ജോർദാൻ വറ്റിച്ച് അവരെ നടത്തി, അവർക്ക് ആകാശത്ത് നിന്ന് മല്ലന്മാരുടെ ഭോജനം കൊടുത്തവരെ പോറ്റി 45 വർഷക്കാലം. എന്നിട്ടും അവർക്കാർക്കും ഈ ദൈവത്തെ ഭയപ്പെടുവാനോ ദൈവത്തെ അറിയുവാനോ ഇട വന്നില്ല. നമ്മൾ ഈ പാർക്കുന്ന ഈ സമയത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. യേശു പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമാണ്. ഇവിടെ നമ്മുടെ ഈ ആരാധന 9 മണിക്ക് ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. പലർക്കും 9 മണിക്ക് വരാൻ വയ്യാന്ന് പറഞ്ഞ് അത് 10:30 ആക്കി. നിങ്ങളിത് മനസ്സിലാക്കണം. ധനവാൻ അവൻ്റെ ടേംസിലെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ അറിയുവാനും കഴിയത്തുള്ളൂ. പക്ഷേ ദൈവം അങ്ങനെ മറ്റുള്ളവരുടെ ടേംസിനൊന്നും നിന്ന് കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തെ അവൻ്റെ ഹിതത്തിനനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ. യേശു പറഞ്ഞ വാക്കുകൾ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ലെന്നല്ല പറഞ്ഞത്, കടക്കുന്നത് വളരെ പ്രയാസമെന്നാണ് പറഞ്ഞത്. ഈ പകൽക്കാലം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ മിനിമം വേജ് വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ ധനവാന്മാരാണ്. നമുക്ക് ജീവിക്കുവാൻ അതെല്ലാം അത്യാവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം മിനിമം വേജ് കൂടി വാങ്ങിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ഇന്ന് പണമൊക്കെ ധാരാളം വർദ്ധിച്ച്, പണവും വിദ്യയും എല്ലാം ധാരാളം, അറിവും എല്ലാം ധാരാളം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളീ പകൽക്കാലം ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമായിരിക്കും. ആർക്കും പ്രവർത്തിച്ചു കൂടാനാവാത്ത രാത്രികൾ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ മുൻപിൽ. നമ്മളാരും സൂര്യൻ നാളെ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളാർക്കും ടെൻഷൻ. നമുക്ക് പല ടെൻഷനുണ്ട്. പക്ഷെങ്കിൽ സൂര്യൻ നാളെ ഉദിച്ചില്ലെങ്കിൽ എന്ത് വരുമെന്ന്, എന്ത് ടെൻഷൻ വരുമെന്ന് നമുക്ക് ആർക്കും ഇല്ല. പക്ഷെ സൂര്യൻ നാളെ ഉദിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലെ ഈ അധ്വാനങ്ങളും ഈ കാര്യങ്ങളെല്ലാം നിശ്ചലമായി പോകും. ഈ പകൽക്കാലം ഈ ഒരു പ്രാർത്ഥന നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിന് തുല്യമായിട്ടൊരു ഭാഗമാണ് നമ്മുടെ പുറപ്പാട് പുസ്തകം, നമ്പേഴ്സിൽ 6:24 നമ്മൾ വായിക്കുന്നത്. സെയിം കാര്യം തന്നെയാണ് വായിക്കുന്നത്. മോശ അഹ്റോനോട് പറഞ്ഞ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6:24. അതെ, ഈ വാക്യം തന്നെയാണ് നാം അവിടെയും കാണുന്നത്. മറ്റുള്ളവരെയും നാം അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനം. എങ്കിലും അവർക്ക് ഈ ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞില്ല, ഈ ദൈവത്തെ അന്വേഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ നമ്മൾ യോനായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യോനയ്ക്ക് ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ പ്രകാശം യോനയുടെ മേൽ വരുവാനിടയായി. ഞാൻ ഇച്ചിരി അനുസരണക്കേട് കാണിച്ചെങ്കിലും അതൊരു വലിയ സാക്ഷ്യത്തിലേക്ക് തന്നെ നയിച്ചു. ഈ സാക്ഷ്യവുമായിട്ട് താൻ നിലവയിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് എനിക്ക് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, ഈ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ വിടുവിച്ചെന്ന് ഒരു സാക്ഷ്യവുമായിട്ട് നിനവയുടെ ദേശത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം അനുതപിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ഇസ്രായേൽ ജനത്തിനും ഈ യോനയ്ക്കും ഒന്നും ഈ ജാതികളെ ഒന്നും ഇഷ്ടമല്ല. അവർ രക്ഷിക്കപ്പെടുന്നതിനും അവർ ഈ ദൈവത്തെ വിളിക്കുന്നതിനോടും അനുഗ്രഹിക്കപ്പെടുന്നതിനോടൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് യോന ദൈവത്തിൻ്റെ വാക്കിനെ വിഘടിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയത്. പക്ഷേ ഈ ജാതികൾ ഈ കേട്ട ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ രാജാവ് മുതൽ താഴെയുള്ള എല്ലാവരും ഉപവാസം പ്രസിദ്ധമാക്കി അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് പോകുവാനിടയായി. അതുകൊണ്ട് ദൈവം അനുതപിച്ച് തനിക്ക് വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് ആ ദേശത്തെ വിടുവിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഈ പകൽക്കാലവും നമുക്ക് ദൈവത്തിങ്കിലേക്കൊരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ 12 അധ്യായങ്ങൾ പത്രോസ് എഴുതിയിരിക്കുന്നത്. പത്രോസ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അടുത്ത അധ്യായങ്ങൾ മുഴുവൻ പൗലോസിൻ്റെ പ്രവൃത്തികളാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ അനുതപിച്ച്
മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു മെസ്സേജാണ് നാം അവിടെ കാണുന്നത്. എനിക്കറിയാം ഇവിടെ എന്നെ കേൾക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ഒക്കെ അവിടെ ഇരിക്കുന്നത്. ഈ പകൽക്കാലം എങ്കിലും നാം ദൈവത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഈ രാവിലെ കാലം ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു തലമുറയെ ദൈവത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം പകലും തൻ്റെ തിരഞ്ഞെടുപ്പ് ഈ പകൽക്കാലം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും. ആർക്ക് ഈ ദിവസസന്നിധിയിൽ ഇതുപോണക്ക് ഏൽപ്പിച്ച് കൊടുക്കുവാൻ കഴിയുമെന്ന് ഞാനൊരു ചലഞ്ച് നമ്മുടെ മുൻപാകെ വയ്ക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ വാക്യം പറയുന്നത്, ജാതികൾ നിന്നെ സ്തുതിക്കും, അത് സകല ജാതികളും നിന്നെ സ്തുതിക്കും. സകല ജാതികൾക്കും ഈ വെളിച്ചം ഇന്ന് പ്രാപ്യമാണ്. എല്ലാവരും ദൈവത്തിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭൂമിയെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കും. ഭൂമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യരെയാണ് ദൈവം വിളിക്കുന്നത്. നമുക്കറിയാം പ്രശ്നങ്ങളുടെ പുറത്തിറങ്ങി വരുന്ന ഒരു ദൈവത്തെപ്പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ പ്രശ്നങ്ങളുടെ പുറത്തല്ല ദൈവം ഇറങ്ങി വരുന്നത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യരുടെ മുൻപിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. നമുക്കറിയാം ദാനിയേലിനെയൊക്കെ സിംഹക്കൂട്ടിലും അവരുടെ കൂട്ടുകാരെയൊക്കെ തീക്കകത്തൊക്കെ ഇട്ടു. പക്ഷേ ദൈവം ഇറങ്ങിയത് അവരോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. തീയെ ഒന്നും ദൈവം കെടുത്തിയായിട്ട് നാം കാണുന്നില്ല. പക്ഷേങ്കിൽ അവരോട് കൂടെ ഇരുന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ്. നമുക്കറിയാം ജോസഫ് കാരാഗ്രഹത്തിലും പൊട്ടക്കണ്ടിലും ഒക്കെ കിടന്നപ്പോഴും അതിൽ നിന്നൊന്നും ദൈവം അവനെ പൊക്കിയെടുത്തുകൊണ്ടൊന്നും വന്നില്ലെങ്കിലും അവനോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. ഈ പകൽക്കാലം ഈ ദൈവം നമ്മോട് കൂടെ ഇരുന്ന്, എനിക്കറിയാം അനേകരും പല പ്രശ്നങ്ങൾ കൂടെ എവിടെ ഇരിക്കുന്നവരും കടന്നു പോകുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഈസിയായിട്ട് അഭിമുഖീകരിക്കുവാൻ കഴിയും. എല്ലാവരോടും കൂടെ ദൈവം ഈ രാത്രികാലം ഈ പകൽക്കാലം കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവത്തെ കണ്ടെത്തുവാൻ ജാഗ്രതയോടെ നാം ദൈവത്തെ അന്വേഷിക്കണം. നാം ഓർക്കണം, ഈ യോനയുടെ സമയത്തോ ദാനിയേലിൻ്റെ സമയത്തോ ദാവീദിൻ്റെ സമയത്തൊന്നും ദൈവവചനം ഇതുപോണക്ക് അവൈലബിൾ അല്ലായിരുന്നു. എങ്കിലും ദൈവം നേരിട്ട് സംസാരിക്കാറ്. ഇവരെല്ലാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരാണ്. നമുക്കറിയാം അബ്രഹാമിൻ്റെ സമയത്തൊന്നും വേദപുസ്തകമൊന്നും എഴുതിയിട്ടില്ല. പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ പോയി ദൈവം സംസാരിക്കുമായിരുന്നു അബ്രഹാമിനോട്. ഇന്നും നമ്മൾ വിശ്വസിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കും. വിശ്വാസത്തിന് രണ്ട് സൈഡുണ്ട്. ഒന്ന് നമ്മൾ കാണാതെ വിശ്വസിക്കുക. നമുക്കറിയാം തോമസിനോട് യേശു പറഞ്ഞ് കാണാതെ വിശ്വസിച്ചെങ്കിൽ ഭാഗ്യവാനായിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. ഒന്ന് കാണാതെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്. അതേസമയത്ത് ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മാർത്തയോട് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കാണാതെ നാം വിശ്വസിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, വിശ്വസിച്ചത് നമ്മൾ കാണുകയും ചെയ്യുന്നൊരു നിമിഷമായിട്ട് ഇനി നമ്മുടെ വിശ്വാസം നമ്മൾ മാറ്റണം. ഈ പകൽക്കാലം ദൈവമായ കർത്താവ് അതിലേക്ക് എല്ലാവരെയും നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടുവാനിടയാകും. ഇന്ന് ദൈവഭയമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം മോശ ഫറവോനോട് പറയുന്നുണ്ട്, യഹോവയായ ദൈവം പറയുന്ന എൻ്റെ ജനത്തെ എല്ലാം വിട്ടയക്കണമെന്ന്. ഫറവോൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ യഹോവയെ ഒന്നും ഞാൻ അറിയത്തില്ല, അവൻ ആരാ, അവനെ ഭയപ്പെടുവാൻ അവനെ കേൾക്കുവാൻ ഞാൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ ശബ്ദമാണ് ഇന്ന് ചുറ്റുപാട് നമ്മൾ കേൾക്കുന്നത്. ദൈവത്തെ അറിയാത്തൊരു തലമുറ, ജോസഫിനെ അറിയാത്തൊരു രാജാവ് വന്നെന്ന് നമ്മൾ വായിക്കുന്നത് പോണക്ക് ദൈവത്തെ അറിയാത്തൊരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കുകയും നമ്മുടെ ജീവിതം കണ്ടിട്ട് അനേകർ ദൈവത്തെങ്കിലേക്ക് വരുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ഈ പകൽക്കാലം ദൈവമായ കർത്താവ് എല്ലാവരെയും അതിനകത്ത് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.